യുവാവിനെ പട്ടാപ്പകൽ നടുറോഡിലിട്ട് അടിച്ചുകൊന്നതിനെ തുടർന്ന് ആറ്റിങ്ങൽ വക്കത്ത് സംഘർഷാവസ്ഥ. സംഭവത്തിൽ 4 പേർക്കെതിരെ കേസെടുത്തു. പ്രദേശത്ത് ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കൊല്ലപ്പെട്ട ഷബീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഷബീർ എന്ന 23-കാരനെയും സുഹൃത്ത് ഉണ്ണികൃഷ്ണനെയും ഒരു സംഘം അക്രമികൾ നടുറോഡിലിട്ട് മൃഗീയമായി തല്ലിച്ചതച്ചത്. മാരകമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഷബീർ തിങ്കളാഴ്ച ഉച്ചയോടെ മരിച്ചു. പ്രദേശത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് ഇരുകൂട്ടർക്കിടയിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതാകാം അക്രമത്തിനു പിന്നിലെന്ന് കരുതുന്നു. പിതാവ് നഷ്ടപ്പെട്ട കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു കൊല്ലപ്പെട്ട ഷബീർ. ചുമട്ടുതൊഴിലാളിയായിരുന്ന ഉമ്മ രോഗം ബാധിച്ച് അവശയായതോടെ ബിരുദ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. വീടിനടുത്തുള്ള ക്ലബ്ബുമായും ക്ഷേത്രവുമായുമൊക്കെ സഹകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഷബീറിനേറ്റ ദുരന്തം ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിലും എല്ലാവരുമായിട്ട് കൂട്ടും കാര്യങ്ങളും ഒക്കെയാണ്. ക്ഷേത്രത്തിന് വേണ്ടിയുള്ള എല്ലാം അവൻ നിന്ന് പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ നാട്ടുകാർക്ക് മൊത്തം അവന് ഭയങ്കര കാര്യമാണ്. എന്ന് വെച്ചാൽ അവൻ ജാതിപത മുസ്ലിമായിട്ടല്ല. ഇതിനിടെ പ്രതികളുടെ വീടിന് നേരെയും ആക്രമണമുണ്ടായി. പ്രതികളിൽ ഒരാളുടെ അമ്മയെയും ഭാര്യയെയും ഒരു സംഘം വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ദൃശ്യങ്ങളിൽ നിന്ന് തിരിച്ചറിഞ്ഞ സന്തോഷ്, സഹോദരൻ സതീഷ്, കിരൺകുമാർ, വിനായക് എന്നിവരെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തു. റൂറൽ എസ് പി ഷെഫിൻ അഹമ്മദ് കൃത്യം നടന്ന സ്ഥലം സന്ദർശിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.